മനുഷ്യനെ പറ്റി ഒരാളൊരു തെറ്റുകാരനാണെങ്കിൽ പോലും അവൻ ഇങ്ങനെ കള്ളു കുടിച്ച് പെണ്ണു കുടിച്ച് വേണ്ടാധീനങ്ങളൊക്കെ ചെയ്ത് നടക്കണ്, അവനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് എപ്പോഴാണ് റബ്ബ് ഹിദായത്ത് കൊടുക്കുക, എപ്പോഴാണ് അയാൾ നന്നാവുക എന്ന് നമുക്ക് പറയാൻ കഴിയും. അയാൾ ചില സമയത്ത് പെട്ടെന്ന് അയാളങ്ങ് നന്നാവും. നമ്മളെക്കാൾ നമ്മൾ കുറേ ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ടാവും, അയാൾ ഹജ്ജിനും പോയിട്ടുണ്ടാവില്ല, ഉംറയ്ക്കും പോയിട്ടുണ്ടാവില്ല. പക്ഷേ അയാളെ മനസ്സിനകത്ത്, അതായത് ഈ ഈ ഈ മോശം പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിനകത്തൊരു വിചാരം ഉണ്ടാവും, പടച്ചോനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നന്മയൊന്നും ഇല്ലല്ലോ, ഒരു നന്മയും ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരു നന്മ പോലും ചെയ്തിട്ടില്ല, ഒരു 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 നന്മ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ എങ്ങനെയാണ് രക്ഷപ്പെടുക? നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെടും റബ്ബിൻ. ഈ നിസ്കാരവും നോമ്പൊക്കെ ഇങ്ങനെ ചെയ്ത് 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 അയാളെന്താ വിചാരിക്കുക? നമ്മളിപ്പോൾ പരലോകത്ത് രക്ഷപ്പെടും. കാരണം എന്താ? ഞാൻ തറാവീസ്കരിച്ചു, പ്രസംഗിച്ച്, ആളുകൾക്ക് ക്ലാസ്സൊക്കെ എടുത്ത് നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ എന്നൊക്കെ പറ്റി എന്നെപ്പറ്റി ഞാൻ തന്നെ അങ്ങ് വിചാരിക്കും ഓരോന്ന്. അപ്പോൾ നാളെ ഇതുമായിട്ട് പടച്ചോൻ്റെ ചെല്ലുമ്പോൾ പടച്ചോൻ എന്നെ സ്വീകരിക്കും എന്നൊക്കെയാണ് എൻ്റെ വിചാരം. മറ്റവൻ്റെ കൽബിലോ ഇബാദത്തൊന്നുമില്ല, പറയത്തക്ക ഇബാദത്തൊന്നുമില്ല, കുറേ തെറ്റുകളേ ഉള്ളൂ. അതുകൊണ്ട് നീ എനിക്ക് റബ്ബ് റഹ്മത്ത് ചെയ്താൽ രക്ഷപ്പെടും എന്ന ചിന്തയാണ് അയാൾക്കുള്ളത്. അപ്പോൾ ഈ രണ്ട് ചിന്തകളെയും നമ്മൾ വെയിറ്റ് നോക്കിയാൽ ഏത് ചിന്തയ്ക്കായിരിക്കും വെയിറ്റ് കൂടുതൽ? ആലോചിച്ച് നോക്കി. നമ്മളിപ്പോൾ എല്ലാവരും കൂടെ ഇബാദത്ത് ചെയ്തില്ല എന്ന് വെച്ച് പടച്ചോന് വല്ല കുറവുണ്ടാവും? നമ്മളെല്ലാവരും കൂടെ നിസ്കരിച്ചത് അള്ളാഹ്ക്ക് വല്ല കൂടുതലുണ്ടാവും? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കുറവായി വിചാരിക്കരുത്, ഒരു മനുഷ്യനെ പറ്റി നമ്മൾ കുറവായി വിചാരിക്കുകയേ ചെയ്യരുത്. കാരണം നമുക്ക് അതറിയില്ല, അയാൾക്ക് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. അയാൾ ചിലപ്പോൾ നമ്മളെക്കാൾ വലിയ ആളായിരിക്കും റബ്ബിൻ്റെ അടുക്കൽ. ചില ആൾക്കാരുണ്ട്, അവർ ഈ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ചിലപ്പോൾ നിസ്കാരമൊക്കെ ചിലപ്പോൾ കളാ, പക്ഷേ അവർ ജീവിതത്തിൽ അവർ ഭക്ഷണം ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടാവുക ചുമന്ന് മണ്ണ് വെട്ടി, അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടാവുക. അവർ ധിക്കരിച്ചിട്ടൊരിക്കലും നിസ്കാരം ഒരു കളാക്കിയിട്ടുണ്ടാവില്ല. പടച്ചോനെ അപ്പോൾ എനിക്ക് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ബോഹർ, അസർ, മഗ്രിബ്, ഇശ എനിക്ക് വയ്യ, അങ്ങനെ ഒരു ധിക്കാര സ്വഭാവത്തിൽ അവരാരും പെരുമാറിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്ക് ചിലപ്പോൾ ജോലിയൊക്കെ ആയി, ചിലപ്പോൾ ഇതിപ്പോൾ കുറച്ച് അങ്ങനെയൊക്കെ ആയി, ഇങ്ങനെയൊക്കെ ആയി, നിസ്കാരം വിട്ടുപോയി, പിന്നെ കളാ വീട്ടി. അതായത് കൃത്യമായിട്ട് ഇങ്ങനെ ഇബാദത്തിൽ നിഷ്കർഷത പുലർത്തി ജീവിക്കുന്ന ഒരാളല്ല അയാൾ എന്ന് വെച്ച് നമുക്ക് അയാളെ ഒരു രണ്ടാം നമ്പറുകാരനായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അയാളുടെ നന്മ എന്താണെന്ന് നമുക്കറിയേയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ ആളുകളെ പറ്റിയും ഖുർആൻ പറഞ്ഞു, വന്നൂ ബിൽ മുഅ്മിനീന ഖൈറ, നിങ്ങൾ മുഅ്മിനീങ്ങളെ പറ്റി നല്ലത് മാത്രം വിചാരിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമ്മൾക്ക് അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.